അങ്ങ് വടക്കുന്ന് നമുക്കൊരു പുതിയ ഒരു ടീസർ പോലൊരു സംഭവം വന്നിട്ടുണ്ട്. വിശാൽ ഭരദ്വാജിൻ്റെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള ഓ റോമിയോ, ഷാഹിദ് കപൂറൊക്കെ അഭിനയിക്കുന്ന പടത്തിൻ്റെ ഒരു എന്തോ ഒരു ടീസർ പോലെ എന്തൊരു പരിപാടിയാണ്. പീക്ക് ഇൻടു ദി വേൾഡ് ഓഫ് റോമിയോ. അതെ അതെ, പീക്ക് ഇൻടു ദി വേൾഡ് ഓഫ് റോമിയോ. അങ്ങനെ കണ്ടു നോക്കാം പരിപാടി. ഈ വൈബാണല്ലേ. ഇത് മറ്റേ റോമിയോ ഓ യൂണിഫോം ഒക്കെ ഉണ്ടായിരുന്നല്ലേ? ഉണ്ടോ? ഓ മറ്റേ സാധനം തിരിച്ചു വന്ന അല്ല, അതിന് മുമ്പ് പഴയ പടമാണ്. കുറച്ചാൾ മുമ്പ് ഷൂട്ട് ചെയ്തല്ലേ അവിനാഷ് തിവാരി. इसमें आशिक कर जाए तो रोगे, मर जाए तो चूतिया. കമീനെ. അങ്ങനെയാണ് നമ്മുടെ. അതെ അതെ. ഓ പുള്ളിക്കാരത്തിയാണോ? വിശാൽ ഭരദ്വാജ് ഇൻസ്പയർഡ് ബൈ ട്രൂ ഇവന്റ്സ്. ഫെബ്രുവരിയിലാണ് ട്രെയിലറിന് അതായത് മറ്റേ 14 വാലന്റൈൻസ്. ഈ പുള്ളിയുടെയൊക്കെ പണി അറിയാവുന്ന ട്രെയിലറിന്റെ കട്ടിന്റെ എന്തൊരു താളാത്മകത. അത് മാത്രമല്ല, വേറെ സംഭവം അറിയാം. ഓ റോമിയോ, വിശാൽ ഭരദ്വാജിന്റെ ഒരു ഫിലിമോഗ്രാഫി എടുത്ത് നോക്കി അറിയാം. പുള്ളി ഷേക്സ്പിയറിന്റെ ഡ്രാമ എല്ലാം ഇൻസ്പയർ ചെയ്ത് ഒരുപാട് പടം ചെയ്തിട്ടുണ്ട്. ഇത് റോമിയോ ആൻഡ് ജൂലിയറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. മനസ്സിലായോ? അത് പുള്ളിയുടെ പക്ഷം. പുള്ളി റോമിയോ ആൻഡ് ജൂലിയറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ചെയ്തിട്ടില്ല. പുള്ളി ഒതല്ലോ ചെയ്തിട്ടുണ്ട്, മറ്റേ പുള്ളി ചെയ്തിട്ടുള്ള നമ്മുടെ ഹാംലെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പിന്നെ വരുന്നു അല്ല ഇത് നമ്മുടെ കളർഫുൾ പടം എടുക്കുന്ന ആളുടെ പേര് എന്തായിരുന്നു? റോമിയോ ആൻഡ് ജൂലിയറ്റ് രൺവീറും ദിവ്യയും ചെയ്തത്. നമ്മുടെ ഇത് ബൻസാലി ചെയ്തിട്ടുണ്ട്. ബൻസാലി ചെയ്യുന്ന ആള് റാംലീല. ഇത് ആക്ച്വലി നമ്മുടെ വിശാൽ ഭരദ്വാജിന്റെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും അറിയാലോ, ആ ഡാർക്ക് പ്ലസ് ഡാർക്ക് ഹ്യൂമർ എലമെന്റ് എല്ലാം ഉള്ള സമരമായിരിക്കും. വയലന്റ് ആണ് പടം മൊത്തം. വിശാൽ ഭരദ്വാജ് ഭയങ്കര ഫേവറേറ്റ് ഡയറക്ടറാണ് എനിക്ക്. പുള്ളിയുടെ കമീനെ മറ്റേ അത് പറഞ്ഞാൽ അത് മറ്റേ വേറെ ലെവൽ സാധനമാണ്. അത് ഈ കമീനെ കുറെ കൂടെ റിപ്പീറ്റ് നല്ല പടം. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കാണത്തില്ല. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു നടനാണ്, ഭയങ്കര ഇഷ്ടമുള്ള ഹിന്ദി നടനാണ് ഷാഹിദ് കപൂർ. പുള്ളി അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല. അത് പുള്ളിക്ക് അടിച്ചു കയറി സ്റ്റാർ ആയിട്ടില്ല. ഒരു കണക്കിന് നല്ലതാണ് ഇങ്ങനത്തെ പുള്ളിക്ക് നല്ല ഫാൻ ബേസ് ഉണ്ടല്ലോ. സോ നമ്മൾ ഈ പടത്തിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇത് വാലന്റൈൻസ് ഡേ റിലീസാണ്. അതായത് ഫെബ്രുവരി 30 റിലീസ്. ഫെബ്രുവരി 14 അല്ലേ വാലന്റൈൻസ് ഡേ. അപ്പോൾ അത് ഓ റോമിയോ, എനിക്ക് തോന്നുന്നു റോമിയോ ആൻഡ് ജൂലിയറ്റ് ആയിരിക്കാനാണ് ചാൻസ് കൂടുതൽ. കാരണം പുള്ളി ഫ്രം ദ ഡയറക്ടർ ഓഫ് ഓംകാര, പിന്നെ ഹൈദരൊക്കെ എഴുതിയിരിക്കുന്നത്. ഓംകാര എന്ന് പറയുന്ന പടം മനസ്സിലാവും. ഒതല്ലോ മറ്റേ നമ്മുടെ സേഫ് അതിനകത്ത് വില്ലനാ അജയ് ദേവ്ഗൺ ഉള്ള പടം. അപ്പോൾ അത് ഒതല്ലോയുടെ അഡാപ്റ്റേഷനാണ്. സോ അപ്പം ഡെഫിനറ്റ്ലി ഇത് റോമിയോ ആൻഡ് ജൂലിയറ്റ് ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ട്രെയിലറിൽ ഇത് ടീസർ കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുന്നില്ലെങ്കിലും എൻ്റെ ഓർമ്മ ശരിയാണ്, അത് ചെയ്തില്ലെന്ന് തോന്നുന്നു പുള്ളി. സോ നമ്മൾ വെയിറ്റിംഗ് ആണ്, വരട്ടെ. വിശാൽ ഭരദ്വാജിൻ്റെ പരിപാടികൾ പുള്ളി അടിപൊളിയാണ്. പുള്ളിയുടെ മകൻ ആക്ച്വലി പടം ചെയ്തിരുന്നു കുത്തേ എന്ന് പറഞ്ഞു, പക്ഷെ പടം പൊട്ടിപ്പോയി. കുത്തേ ആക്ച്വലി ഭയങ്കര ഒരു ടറന്റീനോ ഇൻഫ്ലുവൻസ് ഭയങ്കരമായിട്ടുണ്ടായിരുന്ന അതിന്റെ ട്രെയിലർ ട്രെയിലർ മാത്രം. അതിന് പടം ഫുള്ള് ഈ ടറന്റീനോ ഇൻഫ്ലുവൻസിന്റെ കുറച്ച് അധികമായിരുന്നു. പക്ഷെ അത് അല്ല, പടം വർക്കാകത്തില്ല, ഭയങ്കര പടം. എനിക്കും ട്രെയിലർ കണ്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നി. ആ ടൈപ്പ് ഓഫ് പടം ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് പടം വന്നപ്പോൾ കണ്ടു നോക്കി. പക്ഷെ അത് അത്ര രസമായില്ല. ആ പുള്ളിയുടെ മകൻ ആക്ച്വലി ഭയങ്കര ഒരു ടറന്റീനോ ഫാനാണെന്ന് നമുക്കത് കാണാൻ മനസ്സിലാവും. ഒരുപാട് ടറന്റീനോയുടെ മിക്ക പടത്തിൻ്റെയും ടറന്റീനോ തന്നെ പല പടങ്ങളിൽ നിന്ന് കണ്ട് ഇൻസ്പയർ ആയിട്ട് പുള്ളി സാധനം ഉണ്ടാക്കും. അയാളെ കണ്ട് ഇൻസ്പയർ ആയിട്ട് പുതിയ സാധനം ഉണ്ടാക്കണത്. അപ്പോൾ അതുണ്ടായിരുന്നു. ആക്ച്വലി ഭയങ്കര ഫ്ലോപ്പ് ഫിലിം ആയിരുന്നേ. അല്ല, ഞാൻ തന്നെ പുള്ളി വെച്ച് കുറെ എഴുതിയിട്ടുണ്ട്. അതിപ്പോൾ എല്ലാവരും ചെയ്യുന്നതല്ലേ. പൊതുവെ ഇന്ത്യയിൽ ഈ ജനറേഷൻ ഓഫ് ഫിലിം മേക്കേഴ്സ് കൂടുതലും സിനിമ കണ്ട് സിനിമ പഠിച്ചവരാ. ഇപ്പം പഴയ കാലത്തെ ആളുകൾ കൂടുതൽ പേരും
അതിന്റെ ലൈഫ് ഇപ്പൊ ശ്രീനിവാസനൊക്കെ എഴുതുന്ന ലൈഫിൽ അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്നൊക്കെ പറയുന്ന സാധനം ഇപ്പോഴത്തെ ഫിൽം മേക്കേഴ്സ് നമ്മളാകാൻ ശ്രമിക്കുന്നത് നമ്മൾ സിനിമ പഠിക്കുന്നതൊക്കെ സിനിമയാണ്. നമുക്ക് ഭയങ്കര അനുഭവങ്ങളൊന്നും ഇല്ല. നമ്മൾ ഇപ്പം കൂടുതൽ നമ്മൾ ചെയ്യുന്നത് നമ്മൾ എഴുതുമ്പോൾ മാക്സിമം ഇതിനെ കുറച്ചുകൂടെ ആൾക്കാർക്ക് കേട്ടർ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ഓഡിയൻസിലേക്ക് നിന്ന് നമ്മൾ സിനിമയിൽ നിന്ന് എടുക്കുന്നതിന് പകരം അതിനെ എന്തെങ്കിലുമൊക്കെ നമുക്കറിയാവുന്ന വളരെ ചെറിയ അനുഭവങ്ങൾ വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് പറിച്ചാനുള്ള ശ്രമങ്ങൾ നടത്താറുണ്ട്. അല്ല ഞാൻ പറഞ്ഞ ഇവർക്കൊക്കെ എഴുതണമെന്ന് തോന്നുന്നത് തന്നെ ഒരു ലൈഫിൽ അത്രയും എന്തോ ഒരു ഇതുള്ളത് കൊണ്ടാണ്. പക്ഷെ നമുക്ക് അത്രയില്ല, അത്ര അനുഭവങ്ങളില്ല. സിനിമ ചെയ്യണം. ഈ സിനിമ ഇത് രസമുണ്ട്, ഇതുപോലെ സാധനം നമുക്ക് ചെയ്യണം. അത് അടിച്ചു മാറ്റുമല്ല, അതുപോലെ നമ്മുടെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഇൻസ്റ്റാഗ്രാം, ഉച്ചയ്ക്ക് ഇൻസ്റ്റാഗ്രാം, വൈകുന്നേരം. പക്ഷേ ആ സിനിമ നമ്മൾ റിയൽ ലൈഫായിട്ട് ബ്ലെൻഡ് ചെയ്താൽ കുറെ വ്യത്യസ്ത സാധനങ്ങൾ. നമ്മളപ്പോൾ അതിന് നമുക്ക് റിയൽ ലൈഫിൽ നമുക്ക് അറിയാവുന്ന ഒരുപാട് ക്യാരക്ടേഴ്സ്, ഒരുപാട് ആളുകളെ നമ്മൾ ഒബ്സർവ് ചെയ്ത് അതിലേക്ക് കൊണ്ടുവന്ന് ഈ നമ്മൾ കണ്ട സിനിമകളിൽ നമുക്ക് ഇഷ്ടപ്പെട്ട എലമെന്റുകളെ കൊണ്ട് പ്ലേസ് ചെയ്തിട്ട് നമ്മൾ പുതിയൊരു കഥ പറയണം. അവിടെയാണ് ഒരു ക്രിയേറ്റർ ഉണ്ടാവും. അതെ. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പേഴ്സണലി ഇപ്പം നമ്മൾ ഉൾപ്പെടെ ചെയ്യുന്നത്, നമ്മളും ഇൻസ്പയർ ആവുന്നത് പല പടങ്ങളിൽ നിന്നും പല ഇതിൽ നിന്നും ആണ്. പക്ഷെ അത് മാക്സിമം നമുക്ക് ഇത് ഈ പടത്തിൽ ഞാൻ എടുത്തിട്ട് അതേപോലെ ചെയ്യാതെ നമുക്കറിയാവുന്ന കുറെ ആൾക്കാർ, നമ്മൾ പരിചയപ്പെട്ട കുറെ ആൾക്കാരിലേക്ക് കൊണ്ടിത് പ്ലേസ് ചെയ്യുന്നിടത്ത് ഒരു രസമുണ്ട്. അങ്ങനെയാണ് ശ്രമിക്കുന്നത് പലപ്പോഴും. ഈ ടോണിൽ ചിലപ്പോൾ ഒരു ലവ് സ്റ്റോറി ചെയ്യാൻ പറ്റുമായിരിക്കും. അതെ അതാ ഞാൻ പറയാം. ഇപ്പം നമ്മൾ ലവ് സ്റ്റോറിയെ പറ്റി ആലോചിച്ച് തന്നെ വിത്തൗട്ട് വയലൻസ് ലവ് സ്റ്റോറി ഇല്ല ഞങ്ങൾക്ക്. പോക്കും വെടിയും പടക്കവും കൊലപാതകവും മർഡർ അല്ലേ, അതൊന്നും ഇല്ല. ഒരു കൊലപാതകം ചെയ്യാതെ മറക്കുക ആ തുടങ്ങിയ എലമെന്റുകൾ ഇല്ലാതൊരു ലവ് സ്റ്റോറി എഴുതാൻ നമുക്കും പറ്റത്തില്ല. അതാണ് പ്രശ്നം ഇപ്പം. അപ്പോൾ ഏതായാലും നോക്കാം. നമ്മൾ റോമിയോ വരട്ടെ. എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് വിശാൽ ഭരദ്വാജ്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഞാനത് ഉറപ്പായിട്ടും ഇപ്പം കാണുന്നതായിരിക്കും.